ശ്രീ റെജി ലൂക്കോസ്, സ്വാഗതം. ഇ.പി. ജയരാജൻ LDF കൺവീനർ സ്ഥാനം രാജിവെക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാതെ ഇ.പി. ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ തൽസ്ഥാനം രാജിവെക്കുമോ? അങ്ങനെയെങ്കിൽ എന്ത് കാരണത്താലായിരിക്കും രാജിവെക്കുക? അല്ല, അതിന് കൃത്യമായ ഒരു പ്രതികരണം നമുക്ക് നടത്താൻ പറ്റത്തില്ല. കാരണം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് കൂടിക്കൊണ്ടിരിക്കുക. സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുന്നതനുസരിച്ചേ ഉള്ളൂ അത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ. തന്നെയുമല്ല, ഇ.പി. ജയരാജനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് നോക്കി കൃത്യമായ രീതിയിൽ വിശകലനം ചെയ്ത് പഠിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് CPM സാധിക്കും. മുൻകൂട്ടി അതിനെക്കുറിച്ച് അഭിപ്രായം ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹം സമുന്നത നേതാവാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടി സ്വീകരിക്കാനായിട്ടോ CPM കഴിവുണ്ട്. അതല്ലാണ്ട് മുൻകൂട്ടി നമ്മൾ അദ്ദേഹം രാജിവെക്കുമോ? അദ്ദേഹം കണ്ണൂർ മടങ്ങിയത് അതിനെക്കുറിച്ച് ഇതിനു മുമ്പ് അദ്ദേഹം കണ്ണൂർ പോയിട്ടുണ്ട്. അതൊന്നും ഒരു തർക്ക വിഷയമൊന്നുമില്ല. എന്തായാലും പക്ഷെ അപ്പോഴും ഉയർന്ന ഒരു ചോദ്യം എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ്. ഇതിനു മുൻപ് ഒരുപാട് വിവാദങ്ങൾ കത്തിനിന്ന സമയമുണ്ടായിരുന്നു. BJPയുടെ കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി അക്കാര്യത്തിലൊക്കെ വളരെ ബാലിശമായി ഇ.പി. ജയരാജൻ പ്രതികരിച്ചിരുന്നു. ആർക്കും ഇതിന് ബോധ്യം വരാത്ത തരത്തിലുള്ള പ്രതികരണമായിരുന്നു. അപ്പോഴുമൊക്കെ പാർട്ടി മൗനം പാലിച്ചു. പക്ഷെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു രാജി ഉണ്ടാവുന്നു എങ്കിൽ പാർട്ടി അതിന് പിന്തുണയ്ക്കുമോ അതോ രാജി വയ്ക്കരുത് എന്ന കാര്യത്തിൽ പാർട്ടി ഒപ്പം നിൽക്കുമോ? എന്തായിരിക്കും നിലപാടെടുക്കുക? അല്ലാതെ അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള പ്രതികരണം എന്താണ് പാർട്ടികൾ നൽകിയിരിക്കുന്നതെന്ന് അറിയാതെ നമുക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങളിപ്പോൾ വാർത്ത കൊടുക്കുന്നത്, ഞാനും വാർത്ത കണ്ടു, അദ്ദേഹം കണ്ണൂരിലേക്ക് മടങ്ങി എന്ന് കണ്ടു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാവിലെ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിമർശിച്ചിരുന്നു. അത് വളരെ അസ്ഥാനത്തായിട്ടുള്ള ഒരു പത്രസമ്മേളനമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നൊരു പാർട്ടി കണ്ടെത്തിയ കാര്യമാണ്. അത് ഗൗതം മാഷ് പറഞ്ഞു. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്ന് ആ നിമിഷം തന്നെ 10-15 മിനിറ്റിന് ശേഷം അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അതിനെക്കുറിച്ച് രൂക്ഷമായിട്ട് പ്രതികരിക്കുകയും ചെയ്തു. അതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വെച്ച് വീഴ്ചയായിട്ടാണ് പാർട്ടി കണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ ഒന്നടക്കമുള്ള വീഴ്ചയ്ക്ക് ഒരു മുതിർന്ന നേതാവായി ഇ.പി. ജയരാജൻ LDF കൺവീനർ ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ പാർട്ടിക്ക് കഴിയുമോ? ഇല്ല, അതൊന്നും നമ്മൾ ചർച്ചാ വിഷയമില്ല. പാർട്ടി അദ്ദേഹത്തിന്റെ തലയിൽ വെക്കുവോ അല്ലെങ്കിൽ വെക്കാതിരിക്കുമോ എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചൊരു ചർച്ചാ വിഷയം പോലുമില്ല. ഇ.പി. ജയരാജൻ ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്ത സേവനങ്ങള്, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി പാർട്ടി കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുണ്ടാക്കുന്നത് അദ്ദേഹത്തിന് സേവനങ്ങൾ നമുക്ക് ഓർക്കാൻ പറ്റത്തില്ല. തന്നെ അദ്ദേഹം ജീവിക്കുന്ന ഒരു രക്ഷാകർഷിയാണ്. അദ്ദേഹത്തിനെ ആന്ധ്രയിലെ അങ്കോളയിൽ വെച്ച് RSS കാവാലിയിൽ അദ്ദേഹത്തിന് വേണ്ടിട്ട് വെടിവെച്ചു. അദ്ദേഹം ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇന്നും അദ്ദേഹം അതിന്റെ കോൺസിക്വൻസ് അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളൊരു സഖാവിനെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ വീഴ്ചയാണ്, അദ്ദേഹം തെറ്റുകാരനാണെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ച് അദ്ദേഹത്തിനെ ആ രീതിയിൽ സംസാരിക്കുന്ന ശരിയില്ല. അത് CPM എതിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിട്ട് മാത്രമേ കാണത്തുള്ളൂ. CPM നടപടി സ്വീകരിച്ച ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇ.പി. ജയരാജനൊക്കെ അതൊക്കെ ഉന്നതരായിട്ടുള്ളവർക്കെതിരെയൊക്കെ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തെറ്റുകൾ M. V. രാഘവൻ ഉദാഹരണമാണ്, KP കുഞ്ഞിക്കണ്ണൻ ഉദാഹരണമാണ്. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതിപ്പോ ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ EMS നമ്പൂതിരിപ്പാടിന്റെ VS അച്യുതാനന്ദനെയും EMS നമ്പൂതിരിപ്പാട് പിണറായി വിജയനെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഗ്രാവിറ്റി അനുസരിച്ച് അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. പാർട്ടിക്ക് അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിലൊന്നും ഒരു പരിഗണനയില്ല. പാർട്ടിയാണ് ഏറ്റവും വലിയ CPM സംബന്ധിച്ചുള്ളത്. അപ്പൊ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാന്നുള്ള CPM സ്വാഭാവിക നടപടിയാണ്. പക്ഷെ അതുകൊണ്ട് ഇ.പി. ജയരാജനെ അത് പുറത്തേക്കാണോ അദ്ദേഹം രാജിവെക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. അത് ബാലിശമായൊരു പ്രതികരണമായിരിക്കും. അദ്ദേഹത്തിന്റെ ഭാഗത്തൊരു വീഴ്ച വന്നിട്ടുണ്ടെന്ന് പാർട്ടി കണ്ടെത്തിയ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു സംശയം വിചാരിക്കേണ്ട, ഇന്നത്തെ ഏറ്റവും വലിയ ബ്രേക്കിംഗ് അതായിരിക്കും. അദ്ദേഹത്തിനെ സ്ഥാനം ഒഴിയാനായിട്ട് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടും. പക്ഷെ അതിനുള്ളൊരു പ്രതികരണത്തിന്റെ സമയമായിട്ടില്ല. കാരണം ഇപ്പം ഇന്നലെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു. ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് ചർച്ചയ്ക്കെടുത്ത് ഇതൊന്നുമല്ല, നിങ്ങളൊക്കെ പറഞ്ഞ വാർത്തകളൊന്നും അല്ല ചർച്ചയ്ക്കെടുത്തത്. അത് പാർട്ടിയുടെ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ സംസ്ഥാന സമ്മേളനത്തിലേക്കും പാർട്ടിയുടെ ദേശീയ കോൺഗ്രസിലേക്ക് കടക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തി. ഇന്ന് ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാത്തിരിക്കാം. ഒരു സംസ്ഥാന സമിതി കൂടിയതിനു ശേഷം ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി M. V. ഗോവിന്ദൻ ഇത് പത്രസമ്മേളനം നടത്താനുള്ള സാധ്യത പതിവ് പോലെ അവിടെ വെച്ച് നമുക്കറിയാം. അതിനു മുമ്പ് ഒരു പ്രഡിക്ഷൻ അസാധ്യമാണ്. കാരണം CPM എന്ന് പറഞ്ഞ പാർട്ടിയെ കുറിച്ച് അങ്ങനെ ആർക്കും മുൻകൂട്ടി ഒരു പ്രവചനം നടത്താൻ പറ്റില്ല. ഈ പാർട്ടിയുടെ ചട്ടക്കൂടതാണ്. ഞാൻ പാർട്ടിയുടെ മെമ്പർ ആയതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ് ഒപ്പം ചേർന്നതിന്.